ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അഡ്വക്കേറ്റ് എൻ.കെ. ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ച സർക്കാർ എസ്.ഐ.ടിയുടെ ആവശ്യത്തെ തുടർന്നാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. സ്വർണ്ണക്കൊള്ള കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് എൻ.കെ. ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ്.ഐ.ടിക്ക് പുറമെ ഇ.ഡിയും അന്വേഷണം ശക്തമാക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ച മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ഇ.ഡി ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് കൈക്കൂലി വാങ്ങിച്ച പണം വിജിലൻസിനെ കണ്ടപ്പോൾ വലിച്ചെറിഞ്ഞ ജീവനക്കാർ. നെടുമങ്ങാട് മുണ്ടോലയിലെ ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരാണ് പണം വലിച്ചെറിഞ്ഞത്. ഇവർ ഓട്ടോയുടെ മീറ്റർ പരിശോധന നടത്തുന്നതിനിടെ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥരെ കണ്ടതോടെ ഇവർ കൈക്കൂലിക്കായി വാങ്ങിച്ച പണം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നാലെ നടത്തിയ പരിശോധനയിൽ വലിച്ചെറിഞ്ഞ 5000 രൂപ വിജിലൻസ് കണ്ടെത്തി. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഉൾപ്പെടെ 3 പേരാണ് പണം വലിച്ചെറിഞ്ഞത്. മെട്രോളജി ഓഫീസിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ 12000 രൂപയും പിടിച്ചെടുത്തു. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. ദുരന്തബാധിതരുടെ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കും. 10 ലക്ഷത്തിന് മുകളിലും താഴെയുള്ളതുമായ കടങ്ങൾ എഴുതി തള്ളുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 555 പേരുടെ 1620 ലോണുകളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. കടങ്ങൾ എഴുതി തള്ളുകയല്ലെന്നും പകരം ആ കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണെന്നുമാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രം മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചത്. മനുഷ്യത്വപരമല്ലാത്ത ഇടപെടലാണ് സോളിസിറ്റർ ജനറലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ കഴിയില്ലെന്നായിരുന്നു കോടതി അറിയിച്ചത്. 18,77,6937 രൂപ ദുരന്തബാധിതർക്ക് കടമുണ്ട്. കടങ്ങൾ ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകളിൽ വ്യക്തത തേടി പ്രതികൾക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ കണ്ടെടുത്ത രേഖകളിൽ വ്യക്തത തേടിയാണ് പ്രതികൾക്കും സ്ഥാപനങ്ങൾക്കും ഇ.ഡി നോട്ടീസ് അയച്ചത്. സ്മാർട്ട് ക്രിയേഷൻസ്, ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു തുടങ്ങിയവരോടാണ് ഇ.ഡി വിശദീകരണം ആവശ്യപ്പെട്ടത്. പ്രതികൾ നേരിട്ടോ അഭിഭാഷകൻ വഴിയോ വിവരങ്ങൾ ഇ.ഡി അറിയിക്കണം. കേസിലെ വിശദമായ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിയായ മുരാരി ബാബുവിനും ഇ.ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വനിതാ കണ്ടക്ടർമാർക്ക് ശമ്പളത്തോടുകൂടി ആർത്തവാവധി അനുവദിക്കാൻ കഴിയില്ലെന്ന് KSRTC വ്യക്തമാക്കി. കോർപ്പറേഷൻ ഇത്തരമൊരു അധിക സാമ്പത്തിക ബാധ്യത നിലവിലെ സാഹചര്യത്തിൽ താങ്ങാനാവില്ല എന്നാണ് അധികൃതരുടെ നിലപാട്. ആർത്തവാവധി ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് KSRTC ഹൈക്കോടതിയിൽ ഈ നിലപാട് അറിയിച്ചത്. ശമ്പളത്തോടുകൂടിയ 2 ദിവസത്തെ അവധിയാണ് ജീവനക്കാർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത്. ആർത്തവാവധി അനുവദിക്കുന്നത് ബസ് സർവീസുകളെ ഗുരുതരമായി ബാധിക്കുമെന്നും KSRTC കോടതി അറിയിച്ചു. ഒരേ സമയം കൂടുതൽ വനിതാ ജീവനക്കാർ അവധിയിൽ പ്രവേശിക്കുന്നത് ദൈനംദിന സർവീസുകൾ മുടങ്ങാൻ കാരണമാകുമെന്നാണ് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നത്.